ശ്രീമതി ദിവ്യ എസ് അയ്യർ. എൻ്റെ പേര് ജോൺസൺ കരൂർ. പഠിപ്പിക്കുന്നുണ്ട് അത്യാവശ്യം. ഇപ്പോൾ പഠനമൊക്കെ നിർത്തി പഠിക്കുകയായിരുന്നു. ദിവ്യ എസ് അയ്യർ, അങ്ങക്ക് അത്യാവശ്യം ബോധം വരുന്നുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. കാരണം മറ്റൊന്നുകൊണ്ടല്ല, പത്തനംതിട്ട ഡിസ്ട്രിക്ട് കളക്ടറായിട്ടിരിക്കുമ്പം ഞങ്ങളൊക്കെ നിങ്ങളെ വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കണ്ടു. പിന്നെ വിഴിഞ്ഞത്ത് ഇപ്പോൾ വന്നു, വെള്ളത്തിൽ മുങ്ങിയെടുക്കുമ്പോൾ ഇനി ഏത് കുഞ്ഞ മാറി വരുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ദിവ്യ എസ് അയ്യർ, യേശുക്രിസ്തുവിനെക്കുറിച്ച് ഞങ്ങളിന്ന് പറഞ്ഞ കാര്യത്തിന് കൃത്യമായ മറുപടി, പഠിച്ചിട്ട് പറഞ്ഞാൽ ചെകിടം പൊട്ടുന്നത് പോലുള്ള വാക്ക് കിട്ടും. കാരണം നിങ്ങളുടെ ഭാവന നല്ലതാണ്, അത് ഞാനതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. ഫിക്ഷൻ നല്ലതാണ്, സയൻറ്റിഫിക് ഫിക്ഷൻ നല്ലതാണ്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞേക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് അടിസ്ഥാനപരമായിട്ട് ഞാൻ ചോദിച്ചോട്ടെ, യേശുക്രിസ്തു 32-ാമത്തെ വയസ്സിൽ പുറത്തു വന്നെന്ന് പറയാൻ തനിക്ക് ബൈബിൾ വായിച്ച് ഫീലുണ്ടോ? ഉണ്ടോ പറ. യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിലാണ് പുറത്തേക്ക് വന്നേക്കുന്നത് എന്ന് നമുക്ക് അറിയാം. 12-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തുവിനെ പിന്നെ കാണുന്നില്ല. ഇനി കാശ്മീർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. മറ്റ് രാജ്യങ്ങളെന്തിനാ? അയർലൻഡും എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കണ്ട. എനിക്ക് ജയിൽവാസമൊന്നും പേടിയുള്ള ആളല്ല കേട്ടാ. നിങ്ങൾ IAS ആയിരിക്കും, പക്ഷേ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയാൻ നിൽക്കല്ലേ. തിരിച്ച് മറുപടി വരും. നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരിക്കും, പക്ഷേ ഞങ്ങൾ വായിച്ചും പഠിച്ചും വളർന്നതാണ്. ദൈവശാസ്ത്ര ബോധമുള്ള ഞങ്ങളെയൊക്കെ ഒന്നും വെറുതെ പൊട്ടന്മാരാക്കി വെക്കരുത്. നിങ്ങളവിടെ പഠിച്ചേടാ. നിങ്ങൾ പഠിച്ച സ്ഥലത്തിൽ ഞാൻ പറഞ്ഞിട്ടെ. എവിടെ വന്ന് നിങ്ങൾ പഠിച്ച സ്ഥലം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വെല്ലൂരല്ലേ പഠിച്ച്? ഏത് ഒരു ക്രിസ്ത്യൻ സ്ഥാപനത്തിലൊക്കെ പഠിച്ച്. ഞാൻ ഓരോന്നും വിട്ട് പറഞ്ഞു തരാൻ വേണമെങ്കിൽ. ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ അല്ലേ, ഒന്ന് ഹോളി ഏഞ്ചൽസ് കോൺവെൻറ്റ്, വിദ്യ എസ് അയ്യർ, സെൻറ് തോമസ് സെൻട്രൽ സ്കൂൾ. ഇതൊക്കെ പഠിച്ചിട്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? യേശുക്രിസ്തുവിനെ വിമർശിച്ചവരാരും യേശുക്രിസ്തുവിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. അതൊന്നും യാതൊരു ഭയവും ഇല്ല. അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ വെട്ടിക്കൊല്ല്. ഇതാ ഗേറ്റ് വന്നിട്ടേക്കുക. നിങ്ങൾ വിമർശിച്ചു, പക്ഷേ ഒരു ചരിത്രബോധം വേണം. ഒരു ചരിത്രത്തോട് ബോധ്യമില്ലാതെ കാര്യം പറയരുത്. നിങ്ങളുടെ ഭാവന നിങ്ങളുടെ കയ്യിൽ നിന്നും. അല്ലെ വിഴിഞ്ഞത്തിറങ്ങി ഒന്ന് ഈ പാട്ടൊക്കെ പാടിയിട്ടേ വിഴിഞ്ഞത്തോളൊന്ന് നടന്നു പോകാൻ നോക്കുമോ? നോക്കട്ടെ. വിഴിഞ്ഞ ആറാകില്ല. വിഴിഞ്ഞ എന്താണ്? ആ കൊച്ചു ഗ്രാമം ഇന്നും പാവപ്പെട്ട മുക്കോമാരുടെ ഗ്രാമമാണ്. യേശുക്രിസ്തുവിനെ ദൈവമായ രാജാക്കന്മാരുടെ രാജാവേ എന്ന് വിളിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഗ്രാമമാണ് വിഴിഞ്ഞം. അവിടെ ധീരവ സമുദായമുണ്ട്. ജാതിസം പറയല്ല, ജാതി മതം നമ്മൾ പറയാൻ താല്പര്യമില്ല. പക്ഷേ താങ്കളെ പോലെ പഠിച്ചിട്ടുള്ള ഒരാൾ, IAS എടുത്തിട്ടുള്ള ആൾ ഒരു കാരണവശാലും ഈ വാക്കുകൾ ഉച്ചരിക്കാൻ പാടില്ല. ആ ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണത്തിന് ഏതെങ്കിലും ഒരു വേദി വെച്ച് തിരിച്ച് മറുപടി ഒന്നല്ല ചുട്ട അപ്പം പോലെ തിരിച്ചു വന്നിരിക്കും. അതിന് ഇയാൾ ആരായും കുഴപ്പമില്ല. കാർത്തികേയൻ്റെ മരുമകളല്ലേ, അതും എനിക്ക് വിഷയമല്ല. അത് ഞാൻ കൃത്യം വരും. എൻ്റെ പേര് ഞാൻ ആദ്യം പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആരുമല്ല ലോകത്തിൽ. ഞാനൊരു അത്യാവശ്യം വായിക്കുന്ന ഒരാൾ മാത്രം, അല്ല ചിന്തിക്കുന്ന ഒരാൾ, പഠിക്കുന്ന ഒരാൾ. അത് മാത്രമേ ഉള്ളൂ. ദിവ്യ എസ് അയ്യർ എന്നേക്കാൾ ഇച്ചിരി പ്രായം കുറവാണ്. 82-ലാണ് തോന്നുന്നു ഞാൻ ജനിച്ചല്ലേ. അതെ, 84 ഒക്ടോബർ മാസത്തിലാണ് ജനിച്ചേക്കുന്നത്. 84. എന്നേക്കാൾ ഇച്ചിരി പ്രായം കുറവാണ്. പക്ഷേ യേശുക്രിസ്തുവിനെക്കുറിച്ചും നബി തിരുമേനിയെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും പഠിക്കാതെ പാട്ടെഴുതാൻ നിൽക്കരുത്. ഇതൊരു വർഗീയതയ്ക്കല്ല നിങ്ങൾ വളമിടുന്നത് ഭയങ്കര മോശമായ ഒരു സാഹിത്യ സംസ്കാരത്തിനാണ്. എന്താ MD ഇങ്ങനെ എഴുതാഞ്ഞേ? യുഗം എന്താ എഴുതാഞ്ഞേ? ഓഹാൻ ബാബുക്ക് എന്താ എഴുതാഞ്ഞേ? എഴുതിയിട്ടുള്ള വലിയ മഹാരഥന്മാരുണ്ടല്ലോ. ഐൻസ്റ്റീൻ സാധിച്ചില്ല ഇങ്ങനെ എഴുതാൻ. നിങ്ങൾ പിന്നെ എവിടുന്നാണ് വന്നേ? ഏത് കൈക്കൂടെ നിന്ന് പറന്നു വന്നാണ് IAS വന്നേക്കുന്നത്? കൈ വെച്ചോണം കേട്ടോ. അറിവൊക്കെ കൈ വെച്ച് സർക്കാർ തന്ന ശമ്പളം ഞണ്ണി കഴിഞ്ഞോ? ഈ സർക്കാരിൻ്റെ ശമ്പളം പോലും ഞങ്ങളൊക്കെ കൊടുക്കുന്നത് ടാക്സാണ്. അതുമെല്ലാം കഴിച്ച് വീട്ടിൽ കിടന്ന് കാർത്തികണ്ണൻ്റെ മോൻ്റെ അടുത്ത് സ്വസ്ഥമായിട്ട് ജീവിക്കുക. അതായിരിക്കും നല്ലത്. അല്ലാതെ
ചരിത്രത്തിൽ ഉള്ള ആളുകളെ വെറുതെ വെച്ച് നിങ്ങൾക്കിഷ്ടമുള്ള പോലെ ഒരു സാധാരണക്കാരെ മനസ്സിലാക്കാം. ഒരു IAS എഴുതുമ്പം മര്യാദയ്ക്ക് എഴുതണം, അല്ലെങ്കിൽ മര്യാദ നോക്കണം. അതർവൈസ് യു ഹാവ് ടു റീഡ് ദ ഹിസ്റ്ററി. യു റീഡ് ദ ഹിസ്റ്ററി. യു മെ സെർച്ച് ഇൻ ദ ഹിസ്റ്ററി. ഹെറോഡോട്ടസിൻ്റെ മോളാണെന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ചരിത്രം പഠിക്കണേ. ചരിത്രം പഠിക്കാൻ ആവശ്യമില്ലാതെ നിങ്ങളുടെ ഭാവന കൊണ്ടുവന്ന് വർക്ക് ചെയ്യുമ്പോൾ ആലോചിച്ചോണം തിരിച്ചുത്തരം തരാൻ. വി ആർ റെഡി ടു ഗീവ് ദ ആൻസർ ഇഫ് യു ആർ കമ്മിങ് ഇൻ എ പബ്ലിക് ഫോറം. This is saying by myself. We are not afraid to have a controversial language with anyone. We can. Divya's Iyer. Don't play with. തീക്കള്ളി കൊണ്ട് തല ചൊറിഞ്ഞാലേ പൊള്ളും എന്ന് മനസ്സിൽ വെച്ചോ. ആവശ്യമില്ലാത്ത പറയരുത്. നാരായണഗുരു സ്വാമിയെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പ്രതികരിക്കും. അതാ ഞങ്ങളുടെ മതസൗഹാർദ്ദം. യേശു ക്രിസ്തുവിനെ തൊട്ടാൽ തിരിച്ച് സംസാരിച്ചിരിക്കും. ഉറപ്പായിട്ട് കൈവച്ചോ. തന്നേക്കാം, ഇനിയും ബാക്കി തന്നേക്കാം. ഇത് ഇന്ന് തീർന്നില്ല. നിങ്ങൾ ഇന്നലെ പറഞ്ഞ എല്ലാം ഞാൻ തിരിച്ചു പറയും.